ഡബിൾ ഇൻ്റഗ്രൽസ് ആണ്. ഡബിൾ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ പോർഷനാണ് ഇരിക്കുന്നത്. നമുക്ക് ഞാനിതിനകത്ത് വേറെ വലിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, ജസ്റ്റ് പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് ഒരു പ്രോബ്ലം എടുക്കാം. ഇന്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ ഓവർ ബി ഈക്വൽ ടു 0,π/2 ക്രോസ് 0,π/4. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഇന്റഗ്രേഷന് നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ 0 to π/2 ഇന്റഗ്രൽ 0 to π/2 അകത്ത് ആര് എഴുതും? ഇന്റഗ്രൽ 0 to π/4 എഴുതും. എന്നിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എഴുതും, കോസ് എക്സ് പ്ലസ് വൈ. ഇനി ആദ്യത്തെ π/4 എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്. ഡി എക്സ് ഡി വൈ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ മറന്നു. ഇങ്ങനെയാണ് ആൻസർ എഴുതുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് π/4 സാറില്ല പിന്നെ പറഞ്ഞു. അപ്പം കോസ് എക്സ് പ്ലസ് വൈ ഡി എക്സ് ഡി വൈ. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഡബിൾ ഇൻ്റഗ്രൽസ് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുക. എന്നിട്ട് ആദ്യം അകത്ത് കിടക്കുന്ന ഇൻ്റഗ്രലിനെ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യും, പിന്നെ അടുത്തത് ഇൻ്റഗ്രേറ്റ് ചെയ്യും. നോർമൽ ഇൻ്റഗ്രേഷൻ തന്നെ നമ്മൾ ഇൻ്റഗ്രൽ 0 to π/2 അങ്ങനെ എഴുതുന്നു. ഇനി കോസ് എക്സ് പ്ലസ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പം നമ്മളിവിടെ എന്തായാലും സൈൻ എക്സ് പ്ലസ് വൈ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ? 0 to π/4. നമ്മൾ ഡി എക്സ് ഇനി വേണ്ട, കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? നമുക്ക് ഡി വൈ ഉണ്ട്. ഇനി ഡി വൈ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കിടക്കുക. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മൾ π/4 അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇന്റഗ്രൽ 0 to π/2 സൈൻ എക്സിന് മാത്രം, വൈക്കല്ല കേട്ടോ, എക്സിന് മാത്രം. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യൽ ചെയ്യുക. എക്സിന് മാത്രം നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ സൈൻ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? π/4 പ്ലസ് വൈ. ഓക്കെ, മൈനസ് സൈൻ 0 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് 0 വരും, പ്ലസ് വൈ 0 പ്ലസ് വൈ സൈൻ വൈ വരും. സൈൻ 0 പ്ലസ് വൈ സൈൻ വൈ വരുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇത്രയും സാധനത്തിന് വീണ്ടും വിത്ത് റെസ്പെക്ട് എന്താണ്? വൈ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോയി, ഡി വൈ. ഓക്കെ, ഈക്വൽ ടു സൈൻ π/4 പ്ലസ് വൈ മൈനസ് സൈൻ വൈ. ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇന്റഗ്രൽ സൈൻ വൈ, ഇന്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. തിരിച്ചാണ്, ഡിഫറൻസിയേഷനെ പോലെ അല്ല, നേരെ തിരിച്ചിട്ടാണ്. അതായത് സൈനിന്റെ ഇന്റഗ്രലിനാണ് മൈനസ് വരുന്നത്, കോസിന്റെ ഇന്റഗ്രലിന് പോസിറ്റീവ് ആണ്. അപ്പം സൈൻ π/4 പ്ലസ് വൈ എന്ന് പറയുന്നത് മൈനസ് കോസ് π/4 പ്ലസ് വൈ എന്നാണ്. മൈനസ് കോസ് π/4 പ്ലസ് വൈ എന്നാണ്. ഓക്കെ, മൈനസ് ഓഫ് എഗെയിൻ സൈൻ വൈൻ്റെ എന്തൊരു മൈനസ് കോസ് വൈ. അപ്പം മൈനസ് മൈനസ് കൂടെ പ്ലസ് ആണ്, കോസ് വൈ ഫ്രം എവിടെ തൊട്ടാണ് വരിക? 0 to π/2. അപ്പം ഇത് നമുക്കിനി വാല്യൂ ഇട്ട് കൊടുക്കാം. മൈനസ് കോസ് π/4 പ്ലസ് π/2 പ്ലസ് കോസ് π/2. ഇത്രയും സാധനം മൈനസ് ലോവർ ഇന്റഗ്രൽ ഇട്ട് കൊടുക്കും. പിന്നെ ഇതിന്റെ സ്വന്തമായിട്ടുള്ള ഈ മൈനസ് ഇവിടെ ഉണ്ട്, ഇത് ഹോൾ മൈനസ് ആണ്. മൈനസ് കോസ് π/4 പ്ലസ് 0 പ്ലസ് 0 എഴുതുന്നില്ല, പ്ലസ് കോസ് 0. ഇതാണ് സാധനം വരുന്നത്. ഓക്കെ, അപ്പം ഇതെന്താ വരിക? മൈനസ് കോസ് π/4 പ്ലസ് π/2. π/4 പ്ലസ് π/2. π/4 പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ
π/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണ്. 45 പ്ലസ് π/2 90. 45 എന്ന് പറഞ്ഞാൽ ഇത്ര വരെ പോകും, പ്ലസ് 90 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരെ പോകും. ഇതാണ് π/2. ഇവിടെ ഒരു π/4 കൂടെ പോയി മൈനസ് കോസ്. എനിവേ അങ്ങനെയൊന്നും ആലോചിക്കണ്ട. കോസ് 90 പ്ലസ് തീറ്റനെ സൈൻ തീറ്റ എന്ന് എഴുതാം. അതായത് അങ്ങനൊരു ഐഡന്റിറ്റി ഉണ്ട്. കോസ് π/2 പ്ലസ് എക്സിനെ നമുക്ക് സൈൻ എക്സ് എന്ന് എഴുതാം. അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പം ആ ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് ഞാനിവിടെ എന്താ എഴുതുന്നതെന്ന് വെച്ചാൽ മൈനസ് കോസ് π/4 പ്ലസ് വൈനെ സൈൻ π/4 എന്ന് എഴുതുന്നു. മനസ്സിലായി കാണുമായിരിക്കും. ഓക്കെ, മൈനസ് കോസ് π/4 പ്ലസ് വൈനെ സോറി മൈനസ് കോസ് π/4 പ്ലസ് π/2നെ ഞാൻ സൈൻ π/4 എന്ന് വിളിച്ചു. ഈ പ്ലസ് ഇതെന്താ കോസ് π/2. കോസ് π/2 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് കോസ് π/2 എന്ന് എഴുതാം അല്ലേ. പ്ലസ് കോസ് π/2 പ്ലസ് മൈനസ് മൈനസും പ്ലസ് ആയി പ്ലസ് കോസ് π/4. കോസ് π/4 എന്ന് പറഞ്ഞാൽ പ്ലസ് കോസ് π/4 മൈനസ് കോസ് 0. ഇത് മാത്തമാറ്റിക്സ് ആണ്, ബേസിക് മാത്തമാറ്റിക്സ്. അത് അതുകൊണ്ട് ഞാൻ അധികം വലിയതായിട്ട് വിശദീകരിക്കാതെ. അപ്പം കോസ് സൈൻ π/4 എന്ന് പറഞ്ഞാൽ 1/√2 കോസ് π/2 0 ആണ്. പ്ലസ് അഗെയിൻ കോസ് π/2 കോസ് π/2 ആണ്, കോസ് π/4 ആണ്. അഗെയിൻ കോസ് π/4 വന്നു, അത് 1/√2 മൈനസ് 0 അല്ല മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, മൈനസ് 1. അപ്പം 1/√2 കൂടെ എന്തായി 2/√2 മൈനസ് 1 2/√2 മൈനസ് 1 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. വേണമെങ്കിൽ ഈ 2/√2നെ 2 എന്ന് പറഞ്ഞാൽ എന്നാ √2 ഇൻറ്റു √2 അത് √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ √2 വെട്ടിപ്പോയിട്ട് ബാക്കി ഒരു √2 വരും. അപ്പം 2/√2നെ നമുക്ക് √2 എന്ന് എഴുതാം. ഇതിനെ ഈക്വൽ ടു √2 മൈനസ് 1 എന്ന് പറഞ്ഞ് എഴുതാം. ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഇങ്ങനെ വരെ എഴുതി വെച്ചിട്ടുള്ളതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. ഈ ഡബിൾ ഇൻ്റഗ്രൽസ് എനിക്ക് തോന്നുന്നു 2 മാർക്കിനല്ല 5 മാർക്കിനാണ് ചോദിക്കുന്നത് ഡബിൾ ഇൻ്റഗ്രൽസ്. അപ്പം മിക്കവാറും ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ വരുന്നത്. ഞാനിത് ജസ്റ്റ് ഡബിൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ എടുക്കണേ എന്നുള്ളത് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെയല്ല, ഓർഡർ ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് വെച്ചിട്ടാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ ചോദിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ക്വസ്റ്റ്യൻസിലേക്കൊന്നും പോകുന്നില്ല, ഓർഡർ ചേഞ്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Let f of xy be a generic continuous function on R square. Find the domain of integration. ഇതാണ് നമുക്ക് ഡൊമെയിൻ ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാന്നുള്ളത്. ഇതാണ് മെയിൻലി 5 മാർക്കിന് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ. ഡൊമെയിൻ ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക ഇൻ ദ പ്ലെയിൻ ആൻഡ് ചേഞ്ച് ദ ഓർഡർ. ഡൊമെയിൻ ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക, ഓർഡർ ചേഞ്ച് ചെയ്യുക. ഇതാണ് പഠിച്ചിരിക്കുന്ന സാധനം. കുറച്ച് കട്ടിയാണ്, പക്ഷെ ഒന്ന് മനസ്സുവെച്ച് പഠിച്ചാൽ ഒരുപക്ഷെ എളുപ്പമായിരിക്കും. അപ്പം ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to x f of xy dy dx. നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഡൊമെയിൻ എന്താണ് കണ്ടുപിടിക്കാൻ. ഡൊമെയിൻ എന്താണ് കണ്ടുപിടിക്കാൻ ഗ്രാഫ് വരയ്ക്കണം. അപ്പം ഇവിടെ എക്സ് പുറത്തുനിന്ന് നമുക്ക് നോക്കാം. പുറത്തുനിന്നുള്ളത് ഏറ്റവും പുറത്തെടുക്കുന്ന ആളാണ് ഡി എക്സ്. ഡി വൈ എന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കുന്ന ഇന്റഗ്രേഷൻ്റെ ആണെന്ന് വിചാരിക്കാം. ഇത്രയത്തിന് വേണ്ടിയാണ് ഡി വൈ. ഡി എക്സ് എന്ന് പറഞ്ഞാൽ പുറത്ത് കിടക്കുന്ന ഇന്റഗ്രലിന് വേണ്ടിയാണ്. അപ്പം എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നത്, എക്സ് ചേഞ്ച് ചെയ്യുന്നത്. എക്സ് എവിടെ തൊട്ട് എവിടെ വരെ ചേഞ്ച് ചെയ്യുന്നത് 0 മുതൽ 1 വരെ. അപ്പം എക്സ് 0 തൊട്ട്
1 വരെയാണ് ചേഞ്ച് ചെയ്യുന്നത്. y എവിടെ നിന്ന് എവിടെ വരെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 0 മുതൽ x വരെ. y 0 മുതൽ x വരെ. x എന്ന് പറഞ്ഞാൽ അതായത് y ഈക്വൽ ടു എക്സ് വരെ. y ഈക്വൽ ടു 0 മുതൽ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലൈനാണ്. എക്സ് ആക്സിസിനെയാണ് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈൻ. y ഈക്വൽ ടു 0 മുതൽ y ഈക്വൽ ടു എക്സ് വരെയാണ് y ചേഞ്ച് ചെയ്യുന്നത്. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ നമുക്കതൊന്ന് വരച്ച് നോക്കാം. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനാണ് എക്സ് വൈ. എക്സ് ഈക്വൽ ടു 0യും y ഈക്വൽ ടു 0. വൈയും 0 ആണ്. കാരണം y ഈക്വൽ ടു എക്സ് അല്ലേ. 1ൽ എന്തായി? വൈയും 1. 2ൽ എന്തായി? വൈയും 2 ആയി. എക്സ് 3 ആയാലും വൈയും 3. അപ്പോൾ 0, 0, 1, 1, 2, 2, 3, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്താ? y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. അപ്പം എക്സ് എവിടെ തൊട്ടാണ്? 0 മുതൽ 1 വരെ. y എവിടുന്ന? y ഈക്വൽ ടു 0 തൊട്ട് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ വരെ. അതായത് ഇത്രയുമാണ് എക്സ് ചേഞ്ച് ചെയ്യുന്നത്, 0 മുതൽ എക്സ് വരെ. y എവിടെ തൊട്ട്? ഈ 0 തൊട്ട് ഇവിടെ വരെ. അപ്പം ഇതാണ് നമ്മളുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. എന്നിട്ട് ഇതാണ് നമുക്ക് ഒരു പോർഷൻ കഴിയും. അതായത് 5 മാർക്കിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 2.5 ഇത്രയും വരച്ച് വെച്ചാൽ കിട്ടും. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യണം. അതായത് നമുക്കിവിടെ dy dx എന്നുള്ളത് നമ്മൾ dx dy ആക്കി എഴുതണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഉള്ളതാണ് അടുത്തത്. അതിന് നമ്മൾ നോക്കണ്ടേ, എപ്പോഴും അകത്തെഴുതാം. അതായത് ഇപ്പം ഇവിടെ ശ്രദ്ധിച്ചോ, 0 to x അല്ലേ എന്നുവെച്ചാൽ അകത്തെഴുതുന്ന ആൾ മറ്റേ ആളുടെ ടേംസിലെഴുതുന്നത്. മനസ്സിലായോ? അതായത് 0 to x എന്നുള്ളത്, അതായത് dy ആണ് അകത്ത് കിടക്കുന്നത്. അകത്ത് കിടക്കുന്ന ആൾ ഈ ഇന്റഗ്രൽ 0 to x എന്നുള്ളത് നമ്മൾ ആറിന്റെ ടേംസിൽ എഴുതി, എക്സിന്റെ ടേംസിൽ എഴുതി, വൈയുടെ ആണെങ്കിൽ നമ്മൾ എക്സിന്റെ ടേംസിൽ എഴുതി. അതുപോലെ വേണം എഴുതാനായിട്ട്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യും ഏറ്റവും പുറത്താണ്. ഇപ്പൊ നമുക്ക് വേണ്ടത് ഏത് ഫോമില? dx dy. അപ്പൊ y എവിടെ നിന്ന് എവിടം വരെയാണ് ചേഞ്ച് ആയിരിക്കുന്നത്? y വാല്യൂ 0 തൊട്ട് 1 വരെ. കാരണം ഈ പോയിന്റിലെ y വാല്യൂ ആണ് 1. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ 1 വരുമ്പോൾ എക്സ് വാല്യൂ 1 ആകുമ്പോൾ നമ്മൾ ഈ ലൈനിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. y ഈക്വൽ ടു എക്സ് എന്നുള്ളതല്ല ഇക്വേഷൻ. അപ്പം എക്സ് 1 ആകുമ്പോൾ y വാല്യൂ 1 ആയി. അങ്ങനെയാണ് y ഈക്വൽ ടു 1 ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം y വാല്യൂ എവിടെ തൊട്ട് എവിടെ വരിക? 0 മുതൽ 1 വരെ ചെയ്യും. ഓക്കെ. ഇനി എക്സ് എവിടെ? വൈയുടെ ടേംസ് വേണം എക്സ് പറയാനായിട്ട്. ഓക്കെ. അപ്പം എക്സ് എന്ന് പറയുന്നത് y ഈക്വൽ ടു എത്ര തൊട്ട് y ഈക്വൽ ടു എത്ര വരെ ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം എക്സ് എന്ന് പറയുന്നത് ഇത് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതായിരുന്നു. ഓക്കെ. ഓക്കെ, ഒരു മിനിറ്റ്. എക്സ് ഈ ലൈൻ തൊട്ട് ഓക്കെ y എന്താണോ അത് തൊട്ട് എക്സിന് 1 കിട്ടുന്ന വരെയാണ് എക്സ് ചേഞ്ച് ചെയ്തത്. അതായത് വൈയുടെ ടേംസിന് വേണം പറയാനായിട്ട്. ഈ ലൈനാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്. എക്സ് ഇവിടുന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെ പാർട്ടീഷൻ ചെയ്യുന്ന ഈ ലൈൻ, ഇവിടെയുള്ള ആ ലൈൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇവിടെയുള്ള ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഡയറക്റ്റ് ഈ വൈനെ എടുത്ത് ഇട്ട് കൊടുക്കും. എക്സ് ഈക്വൽ ടു എന്താണെന്നുള്ളത് അതങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ എന്താ വരുന്നത്? y ഈക്വൽ ടു 1 വരെ, അല്ല എക്സ് ഈക്വൽ ടു 1 വരെ പോകാൻ പറ്റുള്ളൂ. അതങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം ഇങ്ങനെ ഇടുന്നു. ഇനി എഫ് ഓഫ് എക്സ് വൈ എന്താ ചേഞ്ച് ചെയ്തത്? ഡി എക്സ് ഡി വൈ ആക്കി. അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യാന്നുള്ള പരിപാടി. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് 5 മാർക്കിനുള്ളതില്ല. അറിയാമെങ്കിൽ ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും ഡബിൾ ഇന്റഗ്രൽ ആയതുകൊണ്ട്, കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തത് സാറ് പറഞ്ഞായിരുന്നു ഡബിൾ ഇന്റഗ്രലിന്റെ മാത്രം ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല മിക്കവാറും ചോദിക്കുന്നത്. അത് മെയിൻ എക്സാമിനാണോ അത് മോഡലിനാണോ എന്ന് അറിയത്തില്ല. ബുക്കിലുള്ളതായിരിക്കില്ല ചോദിക്കുന്നത്, പുതിയ ഇടുമെന്ന് പറഞ്ഞായിരുന്നു. നാളെ ഇപ്പം ചിലപ്പോൾ മിക്കവാറും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഓടിച്ചിട്ട് എല്ലാം പറഞ്ഞു. ഇന്റഗ്രൽ 0 to π/2 ഇന്റഗ്രൽ 0 to sin x f of xy dy dx. ഓക്കെ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക്
ഡൊമൈൻ ഐഡന്റിഫൈ ചെയ്യണം. ഡൊമൈൻ ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ ഇന്ന് വരച്ചു. ആദ്യം പുറത്തുനിന്ന് തുടങ്ങാം. പുറത്ത് ആരാ? എക്സിന്റെ കിടക്കണം. അപ്പൊ എക്സ് എവിടെ നിന്നൊക്കെ എവിടെ വരെ ചേഞ്ച് ചെയ്യുന്നത്? 0 മുതൽ π/2 വരെ. ഇനി വൈ കണ്ടോ ഇവിടെ? പിന്നെ ശ്രദ്ധിച്ചറിയാം, സൈൻ എക്സ്, എക്സിന്റെ ടേംസിലാണ് വൈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, വൈ ഇവിടെ തൊട്ടാ 0 മുതൽ സൈൻ എക്സ് വരെ. അപ്പൊ സൈൻ എക്സിന്റെ ഗ്രാഫാണ്. ഓക്കെ, സൈൻ എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് 1 വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പൊ π/2 കൃത്യം വൈ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും, അറിയാലോ. അപ്പം നമുക്ക് വേണ്ടത് വൈ എവിടെ തൊട്ട് എവിടെ വരിക? 0 മുതൽ സൈൻ എക്സ് വരെ. എക്സിന്റെ എവിടെ തൊട്ട് എടുക്കാൻ പാടും? 0 മുതൽ π/2 വരെ. π/2 ആണ് നമ്മുടെ ലിമിറ്റ്. അപ്പൊ ഇതിനുള്ളിൽ എങ്ങോട്ട് വരെ? ഇതാണ് നമ്മുടെ ഡൊമൈൻ. ഡൊമൈൻ വരയ്ക്കുന്നത് അത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഡൊമൈൻ വരയ്ക്കുന്ന എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ ഈ ഓർഡർ ചേഞ്ച് ചെയ്യണം. എന്ന് വെച്ചാൽ dx dy ഫോമിൽ എഴുതണം. dx dy ഫോം. അങ്ങനെ അതിനു വേണ്ടി നമ്മൾ ആദ്യം നോക്കുന്നത് dy എങ്ങനെയാ ചേഞ്ച് ചെയ്തത്. ഞാനിപ്പോ dx dy. അപ്പൊ dy എങ്ങനെയാ ചേഞ്ച് ചെയ്തെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. y എവിടുന്ന? 0 മുതൽ 1 വരെ. അത് അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് എഴുതി വെക്കണം. ഇനി എക്സിന്റെ വരുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇത്ര വരെ എല്ലാവർക്കും എഴുതി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എക്സിന്റെ വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പം എക്സ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടെ പോയി ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇവിടെ വൈയുടെ ടേംസിൽ എക്സിനെ പറയാൻ പറ്റുമോ? എക്സ് ഈക്വൽ ടു സൈൻ അല്ല വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ് അല്ലേ ഇത്? ആയിരുന്നില്ലേ? വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ് ആയിരുന്നില്ലേ ഇത്? അപ്പം എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് വൈ ആയിരിക്കും. അപ്പൊ നമുക്ക് താഴെ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടുന്ന് സൈൻ ഇൻവേഴ്സ് വൈ. സൈൻ ഇൻവേഴ്സ് വൈ. മേളിൽ എന്തായിരിക്കും? എക്സിന് എവിടം വരെയാ പോകാൻ പറ്റുന്നത്? ഇവിടുന്ന് ഇവിടെ വരെ. മോസ്റ്റ്ലി എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കും. കാരണം താഴെ നമ്മൾ ഈ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ ചെയ്തെടുത്തെല്ലാം മിക്കവാറും ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ താഴെയാണ് വൈറ്റ്. അതായത് നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അകത്തുള്ള ആൾക്ക് പുറത്തെ ആളുടെ ടേംസിലായിരിക്കും വരുന്നതെന്ന് പറഞ്ഞില്ലേ. ഈ പുറത്തെ ആളുടെ ടേംസിൽ വരുന്ന ആള് താഴെയായിരിക്കും മിക്കവാറും വരുന്നത്. മേളിൽ പഴയ അതേ ഇതൊക്കെ തന്നെ ആയിരിക്കും വരാറുണ്ട് എനിക്ക് തോന്നുന്നു. ഉറപ്പില്ല. ഞാൻ ചെയ്ത കുറെ ക്വസ്റ്റ്യൻസിനകത്ത് അങ്ങനെ കണ്ടു. അതുകൊണ്ട് മേ ബി അങ്ങനെ ആയിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 1 to 2 ഇന്റഗ്രൽ 0 to log x f of xy dy dx ആണ്. ഇതില് കുറച്ചൊരു ഗ്രാഫ് നോളജ് വേണം. കാരണം ലോഗിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ധാരണ വേണം. ഇപ്പൊ കാണാൻ പഠിച്ചിട്ട് പോകാതെ വേറെ വഴിയില്ല. അപ്പം 1 to 2 എന്ത്? എക്സ് ചേഞ്ച് ചെയ്യുന്നത് 1 മുതൽ 2 വരെ. 1 ഇവിടെ, ഇത് 0 ആയിരുന്നു. 1 ഇവിടെ 2 ഇവിടെ ആണെന്ന് വെച്ചു. 1 മുതൽ 2 വരെയാണ് എക്സ് ചേഞ്ച് ചെയ്യുന്നത്. വൈ എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത്? 0. എക്സ് ഈക്വൽ വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് അല്ലേ? ഓക്കെ, ഇവിടെ തൊട്ട് എക്സ് ആക്സിസ് തൊട്ട് വൈ ഈക്വൽ ടു ലോഗ് എക്സ് വരെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്. വൈ ചേഞ്ച് ചെയ്യുന്നത് വൈ ഈക്വൽ ടു ലോഗ് എക്സ്. ലോഗ് എക്സിന്റെ ഗ്രാഫ് ആണ്. ലോഗ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ, പക്ഷെ ഇത് കുറച്ച് പണിയാണ്. ഏകദേശം അറിഞ്ഞിരിക്കാമെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം എക്സിന് 0 കൊടുത്താൽ ലോഗ് 0യുടെ വാല്യൂ എന്താ എനിക്കറിയില്ല. എക്സിന് 1 കൊടുത്താൽ എന്താ വരിക? എക്സിന് 1 കൊടുത്താൽ വൈക്ക് ലോഗ് 1 എത്രയാ? 0. ലോഗ് 10 എത്രയാ? അല്ല, എക്സിന് 10 കൊടുത്താൽ എന്താ? ഇവിടെ 1 വരും. ഓക്കെ, വൈ. അപ്പം എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ വാല്യൂ 0 ആണ്. ഓക്കെ, എക്സിന് 2 കൊടുത്താൽ വൈ വാല്യൂ സംതിങ് 0.3010 അങ്ങനെ എന്തോ അല്ലേ വാല്യൂ. അപ്പം 2 കൊടുത്താൽ 0.30 1 വരെ പോകത്തില്ല. 1ന് മുന്നേ ഉള്ളൊരു വാല്യൂ ആയിരിക്കും. ഇവിടെ എങ്ങനെയുണ്ടായിരിക്കും കിടക്കുന്നത്.
10 കൊടുക്കുമ്പോഴാണ്, എന്ന് വെച്ചാൽ 10 കൊടുക്കുമ്പോഴാണ്, അങ്ങ് പോയി 10 കൊടുക്കുമ്പോഴാണ് y വാല്യൂ 1 വരെ എത്തുന്നത്. അപ്പം ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് ആയിരിക്കണം അല്ലേ? ഇത് കുറച്ച് log xന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് എന്ന് അറിയാവുന്നവർക്ക് കുറച്ചൊരു എളുപ്പമായിരിക്കും. ഇങ്ങനെ ഇരിക്കും log xന്റെ ഗ്രാഫ്. ഇതില് ഡൊമൈൻ എവിടെ തൊട്ട് എവിടെ വരെയാ? എക്സ് എവിടെ തൊട്ട് എവിടെ വരെയാ? 1 തൊട്ട് 2 വരെയാ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ വരും. ഈ പോർഷനാണ് നമ്മുടെ ഡൊമൈൻ. ഡൊമൈൻ എളുപ്പമല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്റഗ്രേഷൻ മാറ്റണം, സൈൻ മാറ്റണം. അപ്പം ഇന്റഗ്രൽ എഴുതുന്നു എഫ് ഓഫ് എക്സ് വൈ എഴുതുന്നു. നമുക്ക് എന്താ വേണ്ടത്? ഡി വൈ ഡി എക്സിനെ ഡി എക്സ് ഡി വൈയിലാക്കണം. ഡി എക്സ് ഡി വൈയിൽ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു പുറത്ത് ഡി വൈ ആണ്. അപ്പോൾ വൈ എവിടെ തൊട്ട് എവിടെ വരെ ചേഞ്ച് ചെയ്യണമെന്ന് ആദ്യമേ നോക്കാം. 0 മുതൽ എവിടെ വരെയാണ്? അതാണ് പ്രശ്നം. അതായത് ഇവിടെ y ഈക്വൽ ടു log 2 അല്ലേ? ഇത് ഇട്ട് കൊടുക്കാം, ഇതേ ഇക്വേഷൻ ഇവിടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് log 2 വരെയാണ് പോകുന്നത്. അപ്പം y വാല്യൂ 0 മുതൽ എവിടെ വരെയാ? log 2 വരെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പം എക്സിന് എവിടെ തൊട്ട് എവിടെ വരെയാ? എക്സിന്റെ ഈ പോർഷൻ ഇവിടെ തൊട്ട് ഇവിടെ വരെയല്ലേ എക്സ് പോകുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൈയുടെ ടേംസിൽ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഒന്നും ചെയ്യണ്ട, ഈ കിട്ടിയ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. ലോഗ് ഇൻവേഴ്സ് വൈ എന്നൊക്കെ എഴുതുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ സംഭവം നമുക്കറിയാം. ലോഗിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇ റേസ് ടു വെച്ചിട്ടല്ലേ പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ലോഗും ഇ റേസ് ടു ഓപ്പോസിറ്റ് ഫംഗ്ഷൻസ് ആണ്. അപ്പം നമ്മളിവിടെ ഇ റേസ് ടു വെച്ചിട്ട് ഇ റേസ് ടു വൈ എന്ന് എടുത്തു. ഇ റേസ് ടു വൈ ഈക്വൽ ടു ആണെങ്കിൽ ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് വരും. നമുക്കറിയാം ഇ റേസ് ടു ലോഗ് എക്സ് എക്സ് തന്നെയാണ്. ഇത് രണ്ടും വെട്ടിപ്പോകുകയാണെന്ന് എനിക്കറിയില്ല. എനിവേസ് ഇങ്ങനെ എന്തോ വന്നിട്ട് ഇ റേസ് ടു വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് എന്ന് എങ്ങാണ്ട് വരും അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ഈക്വൽ ടു ഇ റേസ് ടു വൈ ആണ് ഈ പറഞ്ഞ പോയിന്റ്. വൈ എന്ന് വെച്ചാൽ വൈയുടെ ടേംസിൽ എക്സിനെ നമുക്ക് കിട്ടി. എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു സാധനം കിട്ടണം. അതായത് നമ്മൾ ഉദ്ദേശിച്ചത് വൈയുടെ ടേംസിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു വൈ എന്ന് കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ കൊടുക്കും ഇ റേസ് ടു വൈ. ഇനി ഇവിടെ എക്സിന് മാക്സിമം എവിടെ വരെ പോകാം? 2 വരെ. ആൻസർ നോക്കട്ടെ. കറക്റ്റ് ആണ്, ഇതാണ് ആൻസർ. ഇങ്ങനെയാണ്. എനിക്ക് എപ്പോഴും ഇവിടം വരെ ഓക്കെയാണ്. ഇത് വരുമ്പോഴും എനിക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. ഇപ്പൊ ആൻസർ അറിയാവുന്നതൊന്നും നോക്കിയിട്ട് ശരിയാണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. വേറൊരു ക്വസ്റ്റ്യൻ ഇട്ടാൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊരു മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇങ്ങോട്ട്. ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 to 1 y സ്ക്വയർ ടു 2 മൈനസ് വൈ. വൈ സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. എന്താ ആദ്യത്തെ പരിപാടി? ഡൊമൈൻ വരയ്ക്കണം. അപ്പം പുറത്ത് വൈ എവിടെ തൊട്ട് എവിടെ വരെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 0 മുതൽ 1 വരെ. 0 മുതൽ 1 വരെയാണ് വൈ ചേഞ്ച് ചെയ്യുന്നത്. എക്സ് എവിടെ തൊട്ടാ? വൈ സ്ക്വയർ മുതൽ 2 മൈനസ് വൈ വരെ. അപ്പൊ രണ്ട് ലൈനുകളുടെ ഇടയിലാണ്. ലൈനല്ല, എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞൊരു കേർവ് ആണ്. പാരബോളയാണ്, കണ്ടാലേ അറിയാം. പിന്നെ എക്സ് ഈക്വൽ ടു 2 മൈനസ് വൈ എന്ന് പറഞ്ഞ വേറൊരു ലൈൻ. ഇതൊരു ലൈനാണ്. അപ്പം ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു റീജിയൻ ആണ് നമ്മൾക്ക് ഡൊമൈൻ ആയിട്ട് വരുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ, എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ അങ്ങനെ ഇരിക്കും. ഇതല്ലേ സിമ്പിൾ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ വരച്ച് നോക്കാം. അതായത് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, 0 0 അത് ഓക്കെ ആണല്ലോ. ഇനി എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ വൈ എന്ത് വരും? എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ അല്ലേ? അപ്പം
y ഈക്വൽ ടു 2 ആകുമ്പോൾ എക്സ് 4 ആകും അല്ലേ? വൈക്ക് 2 ഇട്ട് കൊടുത്താൽ വൈയുടെ സ്ക്വയർ y² ആവത്തില്ലേ 4. ഓക്കെ, തിരിച്ചാണേ, അപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. ശരിയാണ്, 3 9 കറക്റ്റാ. അപ്പം നമുക്ക് വരുമ്പം പ്ലോട്ട് ചെയ്യുമ്പോൾ 0,0 y 2 വരുമ്പോൾ എക്സ് വാല്യൂ 4 ആയി. 1 2 3 4 ഇത് ഇവിടെ വരും. ഇതൊരു പോയിന്റ്. അപ്പം എക്സ് y -2 വരുമ്പോഴോ എക്സ് പിന്നെ 4. അപ്പം y - 2 എന്ന് പറഞ്ഞാൽ ഇതാ ഈ വാല്യൂ. അപ്പോൾ അവിടെയും 4 ആയിരിക്കും. ഇത് രണ്ടും ആണ്. ഇങ്ങനെ വരുമ്പോൾ 0. ഇതാണ് നമ്മുടെ പാരബോള. ഓക്കെ, ഇനി എന്താ? ഇത് മാറിപ്പോകരുത്. ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ആൻസർ തെറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരാൾ എക്സ് ഈക്വൽ ടു y² എന്ന് പറഞ്ഞ ഗ്രാഫ്. അടുത്ത തന്നെ എക്സ് ഈക്വൽ ടു 2 - y. എക്സ് ഈക്വൽ ടു 2 - y. അത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. എക്സ് ഉണ്ട്, വൈ ഉണ്ട്. എക്സ് 0 ആയിരിക്കുമ്പോൾ വൈ 2 ആയിരിക്കും. 2n y 2 ആയിരിക്കും അല്ലേ? y 0 ആയിരിക്കുമ്പോൾ എക്സ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി y 1 ആയിരിക്കുമ്പോൾ എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ മതി ആവശ്യത്തിനായി 0,2 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇതിനകത്ത് ഈ ലൈനിലുള്ളതാണ്. 2,0 ഈ ലൈനിലുള്ളതാണ്. 1,1 ഈ ലൈനിലുള്ളതാണ്. അതായത് ഇത് 1,1 എന്നുള്ള പോയിന്റ് ഈ ലൈനിലുള്ളതാണെന്ന് നോക്കുക. കാരണം ഇതിലുമുള്ള ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ്. ഈ ലൈനും ഈ പറഞ്ഞ കേർവും ഈ ലൈനിലൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ് 1,1 എന്ന് പറയുന്നത്. മാർക്ക് ആവശ്യമില്ല. ഓക്കെ, ഇവിടുത്തെ വാല്യൂ 1 2 സെറ്റല്ലേ? ഇനി ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ വരച്ചല്ലോ ഇതിനും ഇടയിലുള്ള ഒരു ഏരിയ. പിന്നെ എക്സ് ഈക്വൽ ടു y² എന്ന് പറയുന്നത് ഇതൊരു ലോവർ ഇന്റഗ്രൽ ആയിരുന്നില്ലേ? ലോവർ ഇന്റഗ്രൽ. അപ്പൊ ഇതിന് മുകളിലോട്ടും ഇതിന് താഴോട്ടും. ഇതിന് മുകളിലോട്ട് ലോവർ ഇന്റഗ്രൽ ആണ് ഇത്. ഇതിന് മേളിലോട്ടും ഇതിന് താഴോട്ടും, ഈ ലൈനിന് താഴോട്ടും, ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാണ് നമ്മളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ? ഈ പോർഷനാണ് നമ്മളുടെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡൊമെയിൻ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഓർഡർ ചേഞ്ച് ചെയ്യാം. y² ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ f(x, y) dy/dx ആക്കണം. അതിന് നമ്മൾ ആദ്യം പുറത്തെ dy/dx അല്ലേ പുറത്ത്. എക്സ് എവിടെ നിന്നിടം വരെ ചേഞ്ച് ചെയ്യുമ്പോൾ 0 മുതൽ 2 വരെയാണോ? അല്ല, ഇത്രയുമല്ലേ? അപ്പൊ ഇവിടുത്തെ വാല്യൂ ഓഫ് എക്സ് എന്താ? 1. അപ്പം 0 തൊട്ട് എവിടെ വരെയാ? 1 വരെയാണ് എക്സ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ നാളെ എക്സ്പെക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി y എവിടുന്ന് എവിടം വരെയാണ് വേരി ചെയ്യുന്നത്? എക്സിന്റെ ടേംസിൽ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ ലൈൻ എന്ന് പറയുന്നത് എന്താ? ഇതാ എക്സ് ഈക്വൽ ടു y². ഈ ലൈനിലാണ് ടച്ച് ചെയ്യുന്നത് ഇവിടുന്ന് നോക്കുവാണെങ്കിൽ. അപ്പം എക്സ് ഈക്വൽ ടു y². അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? വൈനെ എക്സിന്റെ ടേംസിൽ എഴുതണം. കാരണം അകത്ത് y അല്ലേ, നമുക്ക് ഇവിടെ y എഴുതാൻ പറ്റില്ല. എക്സിന്റെ ടേംസിലുള്ള ഒരു വാല്യൂ ആണ് ഇവിടെ വേണ്ടത്. അപ്പം
y ഈക്വൽ ടു ഇവിടെ എന്താണ്? ഇവിടെ y ഈക്വൽ ടു എന്താണ്? x2 ആണെങ്കിൽ റൂട്ട് എക്സ് എന്ന് വരും. y ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു? റൂട്ട് എക്സ്. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അതൊരു ഡെഫിനിറ്റ് വാല്യൂ ആണ്. വൈയുടെ വാല്യൂ എന്താ? 1 ആണ് അല്ലേ? തെറ്റാൻ പാടില്ല. തെറ്റി ഗൈസ്. 1 to 2